ഹായ് ഫ്രണ്ട്സ്, ഇനി ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് നമുക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു ഓറഞ്ച് മഫിൻസിൻ്റെ റെസിപ്പിയാണ്. കുട്ടികളൊക്കെ കേക്ക് പറയുന്ന സമയത്തൊക്കെ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് സ്റ്റൗവിൽ വെച്ചിട്ട് തന്നെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒന്നാണ് കേട്ടോ. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കിയാലോ. ആദ്യം തന്നെ ഞാനിവിടെ നമ്മൾ കോഫിയും ചായയൊക്കെ കുടിക്കുന്ന പേപ്പർ കപ്പാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ആ കപ്പിൽ കുറച്ച് ഓയിലോ ബട്ടറോ ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് വെക്കുന്നുണ്ട്. ഞാനിവിടെ ഓയിലാണ് തേച്ച് കൊടുക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ബട്ടർ തേച്ച് കൊടുക്കാം. ഇനി നമ്മൾ നല്ല മധുരമുള്ള ഓറഞ്ച് തന്നെ ഇതുപോലെ കനം കുറച്ചിട്ട് ഒന്ന് റൗണ്ടായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ ചെറിയ സൈസ് ഓറഞ്ച് എടുക്കുക, എന്നാലും നമുക്ക് ഈ ഒരു കപ്പിൻ്റെ ഉള്ളിൽ വെക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഓരോ പീസ് ഇതുപോലെ വെച്ചിട്ട് നമുക്കൊരു സൈഡിലേക്കൊന്ന് മാറ്റി വെക്കാം. അപ്പോൾ നല്ല മധുരമുള്ള ഓറഞ്ച് എടുക്കട്ടെ, പുളിയുള്ള ഓറഞ്ച് ആണെങ്കിൽ ടേസ്റ്റ് ഉണ്ടാവില്ല. ഇനി ഒരു ബൗളിൽ 2 കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/2 കപ്പ് പഞ്ചസാരയും കൂടെ ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഞാനിവിടെ പൊടിക്കാത്ത പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. ബീറ്റർ നിർബന്ധം തന്നെ അല്ല, നിങ്ങൾക്ക് മിക്സിയുടെ ജാറിൽ വേണമെങ്കിൽ അടിച്ചെടുക്കാം. ഇല്ലയെന്നുണ്ടെങ്കിൽ ഒരു വിസ്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് അടിച്ച് പതിപ്പിച്ചെടുത്താൽ മതി. ഇനി ഇതിലേക്ക് നമ്മൾ ഒരു 1/2 കപ്പ് ഓറഞ്ച് ജ്യൂസാണ് ഒഴിക്കുന്നത്. വെള്ളമൊന്നും ചേർക്കാണ്ട് ഓറഞ്ചിൻ്റെ ജ്യൂസ് മാത്രം എടുക്കുക. ഇനി ഒരു 1/4 കപ്പ് ഓയിലും കൂടെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഓയിലിന് പകരം നിങ്ങൾക്ക് 1/4 കപ്പ് ബട്ടർ വേണമെങ്കിൽ ചേർക്കാം കേട്ടോ. എന്നിട്ട് ഒന്നുകൂടെ നമ്മൾ ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ബീറ്റർ ഉള്ളത് കാരണം ഞാൻ ബീറ്റർ യൂസ് ചെയ്യുന്നുള്ളൂ. നിങ്ങൾ വീട്ടിൽ ചെയ്യുന്ന സമയത്ത് ബീറ്റർ ഇല്ലെങ്കിൽ മിക്സിയുടെ ജാറിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഇനി ഒരു 1/2 ടീസ്പൂണോളം ഓറഞ്ചിൻ്റെ തൊലി ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. അതാണ് ശരിക്കും ഓറഞ്ചിൻ്റെ നല്ലൊരു ഫ്ലേവർ കൊടുക്കുന്നത് കേട്ടോ. ജ്യൂസിനേക്കാളും നല്ല ടേസ്റ്റ് ആ ഒരു തൊലി ഗ്രേറ്റ് ചെയ്തതാണ്. ഇനി ഇതിലേക്ക് നമുക്കൊരു 1/4 കപ്പ് മൈദ ഒരു അരിപ്പയിലേക്ക് ഇട്ട് കൊടുക്കുക. അതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറാണ് ചേർത്തിട്ടുള്ളത്. ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്തിട്ടൊന്ന് അരിച്ചെടുക്കുന്നുണ്ട്. ഇത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നേരത്തെ അരിച്ചിട്ട് ഒരു സൈഡിൽ മാറ്റി വെച്ചാൽ മതി. ഇനി നമ്മൾ അരിച്ചിട്ടുള്ള ഈ ഒരു മൈദയുടെ മിക്സ് കുറേശ്ശെ ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ബീറ്റർ വെച്ചിട്ട് മിക്സ് ചെയ്യണം നിർബന്ധമല്ല കേട്ടോ. ഞാനിപ്പോൾ ജസ്റ്റ് ബീറ്റർ സ്പീഡ് കുറച്ചിട്ടൊന്ന് മിക്സ് ചെയ്യുന്നത് മാത്രം. ഇല്ലയെന്നുണ്ടെങ്കിൽ ഒരു വിസ്കോ അല്ലെങ്കിൽ ഒരു മരത്തിൻ്റെ തവിയ വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ കുറച്ചിട്ടിട്ട് നമ്മൾ മിക്സ് ആക്കിയതിന് ശേഷം ബാക്കിയുള്ള പകുതിയും കൂടെ നമുക്ക് ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ മുട്ടയുടെ ആ ഒരു സ്മെല്ല് പോകാൻ വേണ്ടിയിട്ട് ഓറഞ്ചിൻ്റെ ആ ഒരു തൊലി ഗ്രേറ്റ് ചെയ്താണ് ചേർത്തിട്ടുള്ളത് കേട്ടോ. എന്നാൽ ഓറഞ്ചിൻ്റെ നല്ലൊരു ഫ്ലേവറും നല്ലൊരു സ്മെല്ലൊക്കെ ഉണ്ടാവും. അപ്പോൾ ആ ഒരു വെള്ളഭാഗം കൂടാണ്ട് വേണം നിങ്ങൾ ഓറഞ്ചിൻ്റെ തൊലി ചേർക്കാനായിട്ട്. വെള്ളഭാഗം കൂടിക്കഴിഞ്ഞാൽ കയ്പ്പ് വരും. അപ്പോൾ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള കപ്പിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ളത് ഒഴിച്ചു കൊടുക്കാം. ഇത് വലിയ കപ്പാണ് കേട്ടോ. ചെറിയ കപ്പാണെന്നുണ്ടെങ്കിൽ ചെറുതായിട്ട് ചെറിയ സൈസിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ എല്ലാ ഗ്ലാസ്സിലേക്കും ഒരു പാകത്തിനൊരളവിൽ ഒഴിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഫുള്ളായിട്ട് നിറച്ച് കൊടുക്കരുത് കേട്ടോ. അപ്പോൾ കേക്ക് കുറച്ച് പൊങ്ങിയും കൂടെ വരുമ്പോൾ ഒരുപാട് വലുതായി പോവും. അതുകൊണ്ട് ഒരു പകുതിയായിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ എല്ലാ ഗ്ലാസ്സിലും ഒഴിച്ചിട്ട് നമുക്ക് നല്ല പോലെ ഒന്ന് തട്ടി കൊടുക്കാം. തട്ടിയതിന് ശേഷം നമ്മൾ നേരത്തെ ചൂടാക്കി വെച്ചിട്ടുള്ള പാത്രത്തിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു 10 മിനിറ്റ് മുന്നേ തന്നെ ഞാൻ അടുപ്പത്ത് വെച്ചിട്ട് നല്ല പോലെ ചൂടാക്കി എടുത്തിട്ടുള്ള പാത്രമാണ് കേട്ടോ. അപ്പോൾ പാത്രത്തിൻ്റെ ഉള്ളിലൊരു തട്ട് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഈ ഒരു കപ്പ് ഇറക്കി വെച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് അടച്ചു വെച്ചിട്ട് ഒരു 20 മിനിറ്റ് നമുക്ക് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ ആ ഒരു ഹോളൊക്കെ അടച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ ഒരു 20 മിനിറ്റിന് ശേഷം തുറന്നിട്ടുണ്ട്. നമുക്കൊരു ഇത് വെച്ചിട്ട് കുത്തി നോക്കാം. അപ്പോൾ കറക്റ്റായിട്ട് തന്നെ വെന്തിട്ടുണ്ട്. അപ്പോൾ 20 മിനിറ്റ് കൊണ്ട് ആയില്ല എന്നുണ്ടെങ്കിൽ ഒരു 5 മിനിറ്റ് കൂടെ നിങ്ങൾക്ക് എക്സ്ട്രാ വെച്ച് കൊടുത്തിട്ട് അങ്ങനെ നോക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലെ നമുക്ക് നല്ല ഈസി ആയിട്ട് അതിൽ നിന്ന് കപ്പിൽ നിന്ന് എടുക്കാൻ പറ്റും. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ഓറഞ്ചിൻ്റെ നല്ല ഫ്ലേവറുള്ള ഒരു കേക്കാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. അതിൻ്റെ കൂടെ ആ ഒരു ഓറഞ്ച് പീസും കൂടെ കഴിക്കുന്ന സമയത്ത് നല്ല ടേസ്റ്റാണ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നല്ല റെസിപ്പികളൊക്കെ ആയിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കേ.